തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ട് പാളിയതോടെ 34 നിയമസഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ ജാതി തിരിച്ച് ഹിന്ദു വോട്ട് ഉറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ബി.ജെ.പി. ക്രിസ്ത്യൻ ഔട്ട്റീച്ച്, സോഷ്യൽ ഔട്ട്റീച്ച് എന്ന പേരിൽ ഹിന്ദു ഔട്ട്റീച്ച് ആക്കി മാറ്റിയിട്ടുണ്ട്. കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ ജാതി തിരിച്ച് വോട്ടർമാരുടെ വിവരമെടുക്കാൻ സർക്കുലറുമുണ്ട്. ജനുവരി 28 മുതൽ ഫെബ്രുവരി 26 വരെ ഉള്ള സർക്കുലറിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. അവർക്ക് നീതി നൽകണ വരെ ബി.ജെ.പി. കേരളത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും വേണമെങ്കിൽ ഞാനും അവിടെ പോയി അവർക്ക് വേണ്ട സഹായവും വേണ്ട സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കും, കൂടെ ഉണ്ടാവും ഞങ്ങൾ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. CBCIയുടെ ലേറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയാർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യനാണ് ബി.ജെ.പി. നേതാക്കളെ പഠിപ്പിക്കാനെത്തിയത്. 1 മണിക്കൂറായിരുന്നു ക്ലാസ്. ബി.ജെ.പിയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് സാധ്യതകളും വെല്ലുവിളികളുമായിരുന്നു വിഷയം. ക്രിസ്ത്യൻ വോട്ട് ഉറപ്പിക്കാൻ അമിതാവേശത്തോടെ ഛത്തീസ്ഗഡിലെ കന്യാസി പ്രശ്നത്തിൽ ഇടപെട്ട ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ മാറി ചിന്തിക്കുകയാണ്. 2000-ഓളം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചതിൽ വിജയിച്ചത് 25 പേർ മാത്രമാണ്. അതിനാൽ ഹിന്ദു വിഭാഗങ്ങളുടെ വോട്ട് ഉറപ്പിക്കാനുള്ള തന്ത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പയറ്റുന്നത്. അതിനാണ് ഈ സർക്കുലർ. ക്രിസ്ത്യാനികളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ബി.ജെ.പിയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് സോഷ്യൽ ഔട്ട്റീച്ചിന് വഴിമാറി. ക്രിസ്ത്യൻ വോട്ടിനായുള്ള പ്രയത്നത്തിന് ഫലം കാണാതായതോടെയാണ് വിവിധ ഹിന്ദു വിഭാഗങ്ങളിലേക്ക് വേരോടിക്കാനുള്ള സാമൂഹിക സമ്പർക്കം. പിന്നാക്ക പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വോട്ടുറപ്പിക്കാനുള്ള പുതിയ പ്രയത്നമാണ് സോഷ്യൽ ഔട്ട്റീച്ച് എന്ന പേരിൽ അവതരിപ്പിക്കുന്നത്. മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനാണ് സോഷ്യൽ ഔട്ട്റീച്ച് എന്ന് പേരിട്ടിരിക്കുന്ന ഹിന്ദു ഔട്ട്റീച്ചിന്റെ ചുമതല. വിജയിക്കാനും മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാനും കഴിയുന്ന ബി.ജെ.പിയുടെ A ക്ലാസ് മണ്ഡലങ്ങളിലാണ് ഹിന്ദു വോട്ടുറപ്പിക്കൽ. 34 നിയമസഭാ മണ്ഡലങ്ങളിൽ കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലാണ് തയ്യാറെടുപ്പ്. ബി.ജെ.പിക്ക് ഏറ്റവും വിജയപ്രതീക്ഷയുള്ളതും ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് വർദ്ധിച്ചതുമായ 34 മണ്ഡലങ്ങളിലാണ് പുതിയ ഔട്ട്റീച്ച് പരിപാടി. തിരുവനന്തപുരത്തെ 9 മണ്ഡലങ്ങളുണ്ട്. വിജയപ്രതീക്ഷ പുലർത്തുന്ന നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലങ്ങൾക്ക് പുറമെ വോട്ട് വർധനയുള്ള ആറ്റിങ്ങൽ, വർക്കല, ചിറയൻകീഴ്, കാട്ടാക്കട, നെടുമങ്ങാട് മണ്ഡലങ്ങളിലും പിന്നാക്ക ഹിന്ദു വോട്ടിലാണ് കണ്ണ്. തൃശ്ശൂരിലെ തൃശ്ശൂർ, ഇരിങ്ങാലക്കുട, ഒല്ലൂർ, പുതുക്കാട്, ഗുരുവായൂർ മണ്ഡലങ്ങളിൽ ഔട്ട്റീച്ച് നടത്തും. പത്തനംതിട്ടയിൽ കോന്നി, റാന്നി, തിരുവല്ല, ആറന്മുള, അടൂർ, ആലപ്പുഴയിൽ ഹരിപ്പാട്, മാവേലിക്കര, അമ്പലപ്പുഴ, കുട്ടനാട് മണ്ഡലങ്ങളിലാണ് ലക്ഷ്യമിടുന്നത്. പാലക്കാട് ഹിന്ദു വോട്ട് പ്രത്യേകമായി ലക്ഷ്യമിടുന്നത് പാലക്കാട്, മലമ്പുഴ മണ്ഡലങ്ങളിലാണ്. കോട്ടയത്ത് പാല, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി മണ്ഡലങ്ങളിലാണ് ഈ ലക്ഷ്യം. ഇതിനു പുറമെ കണ്ണൂർ, മഞ്ചേശ്വരം, കാസർഗോഡ്, കോഴിക്കോട് നോർത്ത് മണ്ഡലങ്ങളിലും ബി.ജെ.പിക്ക് പിന്നാക്ക ഹിന്ദു വോട്ട് ലക്ഷ്യങ്ങളുണ്ട്. യോഗത്തിന്റെ ഭാഗമായി ജാതി വിഭാഗങ്ങളിലെ വോട്ടർമാരുടെ എണ്ണമെടുക്കും. മണ്ഡലങ്ങളിലെ സമുദായ നേതാക്കളുടെ പേരും ഫോൺ നമ്പറും ശേഖരിക്കും. സമുദായങ്ങളുടെ സവിശേഷ സ്വഭാവം, ചരിത്രം, ആചാരാനുഷ്ഠാനങ്ങൾ, ആചാര്യന്മാർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്നിവരുടെ വിവരമെടുക്കാനും ബി.ജെ.പി. നേതൃത്വം നിർദ്ദേശിക്കുന്നു. ഇതുകൂടാതെ വിവിധ വിഭാഗങ്ങളിലെ പ്രമുഖരുടെയും കീ വോട്ടർമാരുടെയും പട്ടിക തയ്യാറാക്കാനാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ലക്ഷ്യമുള്ള ബി.ജെ.പിക്ക് അത് കൈവരിക്കാനായി ഹിന്ദു പിന്നാക്ക ദളിത് വോട്ടുകളിലേക്ക് കടന്നു കയറാനാണ് ഈ സോഷ്യൽ ഔട്ട്റീച്ച് പരിപാടി. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.